ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ഒരാളാണ് രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വറിൻ്റെ ആൻറ്റിസിഡൻസ് നോക്കുകയാണെങ്കിൽ ഏത് വിവാദപരമായ സംഭവങ്ങളിലും എതിർഭാഗത്ത് നിന്ന് സംസാരിക്കുകയും അങ്ങനെ മാധ്യമ ശ്രദ്ധ നേടുകയും ചെയ്യുകയാണ് രാഹുൽ ഈശ്വറിൻ്റെ സ്ഥിരമായിട്ടുള്ള ഒരു പരിപാടി. ഏറ്റവും കൂടുതൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ആ വാദമുഖങ്ങളും അതിൻ്റെ പൊള്ളത്തരങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് ദിലീപിൻ്റെ കാര്യത്തിലാണ്. ദിലീപ് കുറ്റം ചെയ്തോ ഇല്ലേ എന്നുള്ളതല്ല. ദിലീപിൻ്റെ ഒരു കാര്യത്തിൽ ബാലേന്ദ്രകുമാർ, അദ്ദേഹത്തിന് ചില വ്യക്തി വൈരാഗ്യങ്ങൾ കൊണ്ടാണ് ബാലേന്ദ്രകുമാർ ദിലീപിനെതിരായിട്ട് നിന്നത്. കൂടെ രാഹുൽ ഈശ്വറും കയറി നിന്നു. അപ്പോൾ ഒരു ചാമ്പ്യൻ ആവാൻ വേണ്ടിയിട്ട് ചാമ്പ്യൻ ഓഫ് എ കോസ് എന്നുള്ള രീതിയിൽ ഓരോ വിവാദം വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ചാമ്പ്യൻ ആകാൻ വേണ്ടിയിട്ട് മാധ്യമ ശ്രദ്ധ തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന ഒരു അവതാരമായിട്ട് വേണം അദ്ദേഹത്തെ കാണാൻ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ജനറലായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം മറുപടി പറയത്തില്ല. ഇപ്പോൾ ശബരിമലയിൽ തന്ത്രി വേണോ വേണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയത്തില്ല. കാര്യം അങ്ങനെ ശബരിമലയിലെ തന്ത്രി കുടുംബാംഗം എന്നുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ഒരു ശ്രദ്ധാരംഗത്ത് വരുന്നത്. പല വിഷയങ്ങളും വരുമ്പോഴത്തേക്ക് അത് ശബരിമലയിലെ സ്ത്രീ പ്രവേശന പ്രശ്നമായാലും ശരി, അഖില ഹാദിയയുടെ പ്രശ്നമായാലും ശരി. അഖില ഹാദിയയുടെ പ്രശ്നത്തും അദ്ദേഹം ഒരു സംഘപരിവാർ അനുകൂലി എന്നുള്ള രീതിയിൽ ഒരു പ്രതിച്ഛായ നേടിയെടുക്കുകയും എസ് ഡി പി ഐക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുകയും ചെയ്തതാണ്.